ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ചപ്പാത്തി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിപ്പത്തിലുള്ള പാത്രം തന്നെ എടുക്കാം, എന്നാലേ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിന്റെ അടിയിലൊരു കിച്ചൺ ടവലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോ 1 കപ്പ് വെച്ചിട്ട് നമുക്കൊരു 5 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ 1 കപ്പ് എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ആ ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിന്റെ പകുതിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോ ഞാൻ പാക്കറ്റ് വാങ്ങിച്ച ആശീർവാദ് ആട്ടപ്പൊടിയാണ്. നമ്മൾ നാട്ടിലൊക്കെ ഗോതമ്പ് പൊടിക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും, കാരണം പൊടി ഒന്ന് ഡ്രൈ ആയിട്ട് ഉള്ള പോലൊക്കെ തോന്നും. ഇതിപ്പോ നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങിക്കുന്നതിൽ എത്രയാണോ നമ്മൾ പൊടി എടുക്കുന്നത് അതിന്റെ പകുതി തന്നെ വെള്ളം മതി. അത് ജസ്റ്റ് ഞാൻ ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാണ്. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാനിവിടെ കുഴച്ചെടുക്കുന്നത്. ഇളം ചൂടുവെള്ളം ഒന്നും ഉപയോഗിക്കുന്നില്ല. പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചപ്പാത്തി കിട്ടും. പാക്കറ്റ് വാങ്ങിക്കുന്ന പൊടിയിലൊന്നും ചൂടുവെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിൽ നമ്മൾ പൊടിപ്പിച്ചെടുക്കുന്ന ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി നല്ലത് ഒരു ഇളം ചൂടുവെള്ളത്തിലേക്ക് കുഴച്ചെടുക്കുന്നതാണ്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്ന വെള്ളം ഇതേപോലെ ഒരു മരത്തിന്റെ തവി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മരത്തിന്റെ തവി ഇല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കയ്യിൽ പെട്ടെന്നൊന്നും ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ ആദ്യം തന്നെ കൈ വെച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ കയ്യിൽ ഒരുപാടായിട്ട് ഒട്ടിപ്പിടിക്കും. ഇനി കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ സൈഡിലൊക്കെ പൊടി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. സൈഡിലെ പൊടിയൊക്കെ അതിനോട് തന്നെ ചേർത്തെടുക്കുക, പൊടി വേസ്റ്റ് ആയി പോവില്ല. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുക. ഒരുപാട് ടൈം ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് കുഴയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ ഇതിപ്പോ ഒരുവിധം കുഴഞ്ഞു വന്നിട്ടുണ്ടോന്നൊക്കെ. അപ്പൊ അത് നോക്കിയിട്ട് ഒന്ന് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് ഒരുവിധം ഒന്ന് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ട് വേണം നമുക്ക് ഇതിലൊരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സാധാരണ ഡാൽഡ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ ഓയിലിനേക്കാളും കുറച്ചും കൂടി നല്ലത് നെയ്യാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതേപോലെ കുഴച്ചെടുക്കുന്ന നെയ്യ് കൂട്ടിയിട്ട്. ഒരുപാട് വീഡിയോ ഒക്കെ ഇതേപോലെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയും ഇപ്പോഴും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ കാണിക്കുകയാണ്. നെയ്യ് വെച്ച് കുഴക്കുന്നതാണ് കൂടുതലായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ചപ്പാത്തി ഓയിൽ ഒഴിക്കുന്നതിനെക്കാട്ടി ഒരുപാട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നെയ്യ് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. എല്ലാ സൈഡിലേക്കും എത്തണം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് എല്ലാ സൈഡിലും ഉള്ളിലേക്കൊക്കെ ആക്കിയിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ തന്നെ ചപ്പാത്തി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പോവാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് ഒക്കെ വെക്കാം കേട്ടോ. അപ്പൊ ഞാനിത് അങ്ങനെ ഒന്നും വെക്കുന്നില്ല, ഓൾറെഡി നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് മൂടി വെച്ചിട്ട് വേണം വെക്കാനായിട്ട്. തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ച് കഴിഞ്ഞാല് അത് എയറുമായിട്ട് കോണ്ടാക്ട് ഉള്ള ഭാഗത്തൊക്കെ ഡ്രൈ ആയി പോകും. അപ്പൊ നമ്മൾ എപ്പം പൊടി കൊഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ അതൊന്ന് മൂടി വെക്കാം. ഇനി ഞാനിത് ചപ്പാത്തിക്ക് വേണ്ട ഓരോ ഉരുളയാക്കി എടുക്കാണ്. ഇതേപോലത്തെ സൈസിലാണ് ഞാൻ എടുക്കുന്നത്. കാരണം ചെറിയ ചപ്പാത്തി ആക്കുന്നുള്ളൂ, ഒരുപാട് വലിപ്പത്തിലൊന്നും ആക്കുന്നില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ. ഞാനിവിടെ 5 ഉരുളയാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് പരത്താൻ വേണ്ടിയിട്ട് ഞാനൊരു പല എടുത്തിട്ടുണ്ട്. അതിന്റെ അടിയിലും ഒരു കിച്ചൺ ടവൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടി പോവാണ്. ഞാനിത് പരത്തിയെടുക്കുന്ന മുമ്പ് പൊടിയിലൊന്നും മുക്കുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ പരത്തിയെടുക്കുന്ന സമയത്ത് പൊടിയിൽ മുക്കിയെടുക്കാറുണ്ട്. ആട്ടപ്പൊടിയിൽ തന്നെയാണ് മുക്കിയെടുക്കാറ്. ഇതിപ്പോ ഞാൻ പൊടിയിലൊന്നും മുക്കിയെടുക്കുന്നില്ല, കാരണം നമ്മൾ നെയ്യൊക്കെ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനിയിപ്പോ പരത്താൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിയിൽ മുക്കിയെടുക്കണമെങ്കിൽ പൊടിയിൽ മുക്കിയിട്ട് ഒന്ന് നീട്ടി പരത്തി കൊടുക്കാം. ഇതിപ്പം ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പത്തിരിയായിട്ട് ചുട്ടെടുക്കാം. ഇത് പരത്തിയിട്ട് ഒരുപാട് നേരം തുറന്നു വെക്കരുത്. തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോവും.
അപ്പൊ നമുക്ക് പരത്തിയ പാടെ തന്നെ ഇത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയി കഴിഞ്ഞിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. ഇതിങ്ങനെ മറിച്ചിട്ട് കളിക്കരുത്. അങ്ങനെ മറിച്ചിട്ട് കളിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ക്രിസ്പി ആയി പോകും. അത് ചപ്പാത്തി എന്നല്ല, നമ്മൾ എന്ത് പത്തിരി ആക്കുമ്പോഴും മറിച്ചിട്ട് കളിക്കുകയാണെങ്കിൽ അത് ക്രിസ്പി ആയി പോവുകയുള്ളൂ. അപ്പൊ ഒരു സൈഡ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം ഒരു സൈഡ് കണ്ടില്ല, ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തു. ഇനി ഈ സൈഡ് ഒന്ന് നന്നായിട്ട് പൊന്തി വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തവി കൊണ്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക ഓരോ സൈഡായിട്ട്. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് പൊന്തി വരും. കണ്ടില്ലേ, ഇതിപ്പം ഓരോ സൈഡായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഇങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞാൽ ചപ്പാത്തി ഉള്ളെല്ലാം വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ സൈഡും പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിത് തവിന്ന് മാറ്റാൻ വേണ്ടി പോവാണ്. എല്ലാ സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്. ഇത് കഴിക്കാനായി കഴിച്ച് നല്ല ടേസ്റ്റ് ആണ്, കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.